ഒരിക്കൽ വളരെ വലിയൊരു പണ്ഡിതൻ ഒരു വൃദ്ധനായ സന്യാസിയെ കാണാൻ ചെന്നു. താൻ ലോകത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും പുസ്തകങ്ങളും പഠിച്ചുകഴിഞ്ഞുവെന്നും ഇനി തനിക്ക് സമാധാനം കണ്ടെത്താനുള്ള വഴി പറഞ്ഞുതരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സന്യാസി പണ്ഡിതനെ സ്വാഗതം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോടിരിക്കാൻ പറഞ്ഞശേഷം ഒരു ചായക്കോപ്പയും ഒരു ചായപാത്രവുമെടുത്തു. സന്യാസി ആ കോപ്പയിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങി. കോപ്പ നിറഞ്ഞു കവിഞ്ഞു. പക്ഷേ സന്യാസി ചായ ഒഴിക്കുന്നത് നിർത്തുന്നില്ലായിരുന്നു. ചായ മേശപ്പുറത്തേക്കും താഴേക്കും ഒഴുകാൻ തുടങ്ങി. ഇതുകണ്ട പണ്ഡിതൻ പരിഭ്രമിച്ചുപോയി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ ഗുരോ, നിർത്തൂ. ആ പാത്രം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് ഒരു തുള്ളി പോലും ഒഴിക്കാൻ കഴിയില്ല." അപ്പോൾ സന്യാസി ചായപാത്രം താഴെ വെച്ചു. എന്നിട്ട് ശാന്തമായി പണ്ഡിതന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "മകനേ, നീ ഈ ചായക്കോപ്പയെപ്പോലെയാണ്. നിന്റെ മനസ്സ് നിന്റെ അറിവുകളെക്കുറിച്ചുള്ള അഹങ്കാരം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് എങ്ങനെയാണ് എനിക്ക് പുതിയൊന്ന് ഒഴിക്കാൻ കഴിയുക? നിനക്ക് പുതിയൊരു അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം നിന്റെ പാത്രം ശൂന്യമാക്കണം. താൻ ഒന്നും അറിയാത്തവനാണെന്ന ബോധം വന്നാൽ മാത്രമേ നിനക്ക് സമാധാനത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. എല്ലാം എനിക്കറിയാം എന്ന ഭാവം പുത്തൻ അറിവുകൾക്കും വളർച്ചയ്ക്കും തടസ്സമാണ്. ഒരു പഠിതാവിന്റെ മനസ്സോടെ ലോകത്തെ കാണുക. നാം എത്ര പഠിച്ചാലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടെന്ന് തിരിച്ചറിയുക. വിനയത്തോടെയുള്ള ശൂന്യതയിലാണ് യഥാർത്ഥ ജ്ഞാനം വന്നു നിറയുന്നത്.